പ്രതിസന്ധി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കുന്നു. 75 ഇന്ത്യക്കാരെ ഇന്നലെ ലബനനിലേക്ക് മാറ്റി. ഡമാസ്കസിലും ബെയ്റൂട്ടിലുമുള്ള ഇന്ത്യൻ എംബസികളാണ് ഓപ്പറേഷൻ ഏകോപിപ്പിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം സിറിയയിലുടനീളമുള്ള സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഇന്നലെ നടന്ന ആക്രമണങ്ങളിൽ സിറിയൻ നാവികസേനയുടെ കപ്പൽ നശിപ്പിച്ചു. മനു ഭരത് വിവരങ്ങളുമായി ചേരുന്നു. മനു, ഈ സിറിയയിലെ പ്രതിസന്ധി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കുകയാണെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഒഴിപ്പിക്കൽ പൂർണ്ണമായോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ 75 പൗരന്മാരെ ഇപ്പോൾ ലബനനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ 44 പേർ ജമ്മു കശ്മീരിൽ നിന്നുള്ളവരാണ്. ബാക്കിയുള്ള പൗരന്മാരോട് ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാൻ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഡമാസ്കസിലെയും ബെയ്റൂട്ടിലെയും ഇന്ത്യൻ എംബസികൾ ഈ വിഷയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഒഴിപ്പിക്കൽ കൂടുതൽ ആവശ്യമെങ്കിൽ അങ്ങനെ ചെയ്യും. ഏതായാലും ലബനനിൽ എത്തിച്ച് അവിടെ നിന്നും മറ്റു വിമാനമാർഗം ഇന്ത്യയിലേക്ക് ഇവരെ എത്തിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം നടക്കുന്നത്. എല്ലാവരും ജാഗ്രത പുലർത്തുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്നാണ് ഇന്ത്യൻ എംബസി വ്യക്തമാക്കുന്നത്. സമാധാനപരമായി കാര്യങ്ങൾ നടക്കണം എന്ന ഒരു നിലപാട് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം സിറിയയിൽ പ്രശ്നങ്ങൾ സങ്കീർണമായി തന്നെ തുടരുന്നു. ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം പല ഘട്ടങ്ങളിൽ നടത്തി. കഴിഞ്ഞ 48 മണിക്കൂറിൽ 480 തവണ ഇസ്രായേൽ സിറിയയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നാണ്. 480 തവണ എയർക്രാഫ്റ്റുകൾ, വ്യോമസേനയുടെ എയർക്രാഫ്റ്റുകൾ അങ്ങോട്ടേക്ക് മിസൈലുകളൊക്കെ വർഷിക്കുന്ന അല്ലെങ്കിൽ ബോംബിംഗ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. സൈനിക കേന്ദ്രങ്ങൾ, ആയുധ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടന്നത് എന്നാണ് ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ പ്രതികരണം. നെതന്യാഹു അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലൂടെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ സാഹചര്യങ്ങൾ വളരെ ശക്തമായി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഇറാനെ ഏതെങ്കിലും തരത്തിൽ പുതിയ സിറിയൻ സർക്കാർ സഹായിക്കുന്ന ഒരു നിലപാടുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കും എന്നാണ് ബെന്യാമിൻ നെതന്യാഹു നൽകുന്ന മുന്നറിയിപ്പ്. ഇറാനെ ഒരു ഘട്ടത്തിലും സഹായിക്കരുത്. മാത്രവുമല്ല, ഇറാനിയൻ ആയുധങ്ങൾ ഹെസ്ബുള്ളയ്ക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് കനത്ത വില നൽകേണ്ടി വരും എന്നും ബെന്യാമിൻ നെതന്യാഹു അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ രാസായുധ കേന്ദ്രങ്ങൾ തകർക്കുക എന്നത് തങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് നടക്കുന്ന ഒരു നീക്കമാണ് എന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. നേരത്തെ ഈ രണ്ടാം ലോകമഹായുദ്ധകാലത്തൊക്കെ ബ്രിട്ടൻ നാസികളെ സഹായിക്കുന്ന ചില കേന്ദ്രങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് വിഷി ഭരണകൂടത്തിന് നേരെയൊക്കെ ആക്രമണം നടത്തിയ സാഹചര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ നെതന്യാഹു തൻ്റെ ആക്രമണങ്ങളെ ന്യായീകരിക്കുന്നത്. ഗോലൻ കുന്നുകൾ വളരെ സങ്കീർണമായ സ്ഥലമാണ്. അവിടെ രണ്ട് വിഭാഗവും മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്.